ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു പൾസർ 180 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 800 നമ്മൾ കൊടുത്തു. അത് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കത് തിരിച്ച് പാസ്സാക്കി എടുക്കാമെന്ന് വെച്ചാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളത് കൊടുത്തു. ഇപ്പോൾ ഞാനൊരു പൾസർ 180 എടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ നമ്മളൊന്ന് GT-യിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ്, ഫുള്ള് കസ്റ്റം ചെയ്തെടുക്കുകയാണ് നമ്മളത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആരും ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ, ഞാനങ്ങനെ കണ്ടിട്ടില്ല. ആരെല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാനതിൽ ചെയ്തേക്കുന്നത് നമ്മുടെ വാൽവ് എക്സോസ്റ്റ് ഞാൻ ആ ഒരു വണ്ടിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാണ്ട്. ഓൾറെഡി വാൽവിൻ്റെയൊക്കെ വീഡിയോസാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് തന്നെ അങ്ങനെ തന്നെയാണ് ഈ വാൽവും. അതും വേറെ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് അതിൽ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതേ ഉള്ളൂ. അത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനും കൂടിയാണ് ഞാനപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ 2 വീലേഴ്സ് വണ്ടിയിൽ എങ്ങനെ സത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. സംഭവം അത് വാൽവ് ആ സൈഡിൽ നിന്ന് തന്നെ നമ്മുടെ സ്റ്റോക്ക് സൈലൻസറിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് പൊട്ടിച്ച് കൊടുത്തേക്കുന്നത്. അപ്പം ഡബിൾ സൈലൻസർ വെക്കാനായിട്ടാണ്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ മതി, സ്പ്രിങ്ങും പിന്നെ നമ്മുടെ ചോക്ക് കേബിൾ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ മതി. നമുക്ക് വേറെ ഒന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നിസ്സാര വരയ്ക്ക് തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് സുഖമായിട്ട് നമുക്ക് നമ്മുടെ വാൽവ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് സത്യം പറഞ്ഞാൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അന്യായ സൗണ്ടാണ്. ഞാനപ്പം നമ്മുടെ ഡബിൾ സൈലൻസർ വെച്ച് കഴിയുമ്പോൾ എങ്ങനെ ആവും എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ നോക്കാം. അത് വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അതും കൂടി ഞാൻ കാണിച്ച വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിക്കാം. പുറകെ എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ ആ ഒരു വാൽവ് ഞാൻ എന്തായാലും കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഓൾറെഡി കുറച്ച് ഉണ്ടാക്കി വെച്ചേക്കാണ്. പിന്നെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താ പറയുക, വാൽവിൻ്റെ ഓൾറെഡി ഇട്ടേക്കുന്നുണ്ടാണ്. കാരണം ഞാൻ പകുതി വരെയും ചെയ്തേക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് വാൽവിൻ്റെ. അതുകൊണ്ടാണ് ഞാനത് പകുതി വരെ ചെയ്തേക്കുന്നത്. ബാക്കി സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഇടുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് നിങ്ങളെന്തായാലും ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വണ്ടി ഇതാണ് സംഭവം. ഇച്ചിരി നീറ്റ്നെസ് ഒക്കെ കുറവുണ്ട്. ഞാനതിനും പണിത് സെറ്റാക്കി എടുക്കണം. ഞാൻ തപ്പി നടന്നത് റെഡ് തന്നെയാണ്. പിന്നെ സംഭവം ഇവിടെ ഇരിപ്പുണ്ട് സാധനം കണ്ട. ഞാൻ സ്റ്റോക്ക് സൈലൻസർ തന്നെയാണ് വെച്ചേക്കുന്നത്. സൈലൻസർ ഞാൻ മാറ്റിയിട്ടില്ല. അതിൻ്റെ അവിടുന്ന് ശകലം പൊട്ടിച്ചങ്ങോട്ട് വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ സൗണ്ട് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. ഫ്രണ്ട്സപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. വാൽവിൻ്റെ സ്വിച്ച് ഇതാണ്. ഞാനിപ്പോൾ ഇത് ചെയ്തേക്കുന്നത് ഇപ്പോൾ സ്കൂട്ടിയുടെ കേബിൾ വെച്ചാണ് ഞാനിത് സംഭവം സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഓപ്പൺ ക്ലോസ് ആണ്. ഇത് വലിച്ച് കഴിയുമ്പോൾ സംഭവം അത് അവിടെ സെറ്റാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നോർമൽ. ഇപ്പം വലുതായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല. സാധാരണ ഒരു വണ്ടിയുടെ സൗണ്ട് തന്നെയാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇത് തുറന്നിട്ടുള്ള കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ സൗണ്ട് കണ്ട. ഇനി ഇത് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അത് വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഞാനിവിടെ സാധാരണ ഒരു വാൽവ് ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരത്തില്ല. ഞാൻ എന്തായാലും കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ചെറിയ വ്യത്യാസമുണ്ട് ഇതിന് ചെയ്തേക്കുന്നത്. ഇവിടെ ചെറിയൊരു സ്പ്രിങ്ങൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ അല്ലായിരുന്നു മറ്റേ വീഡിയോയ്ക്കകത്ത് ഇട്ടേക്കുന്നത്. സൗണ്ട് രക്ഷയില്ല, നല്ല തീയും സംഭവമൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വാൽവ്. നമ്മൾ ഏകദേശം നമ്മുടെ പരിപാടിയെല്ലാം സെറ്റാക്കി വെൽഡിങ് എല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുവാണ്. പിന്നെ നമ്മുടെ വാൽവിൻ്റെ പൈപ്പ് അതെല്ലാം ഉണ്ട്. പിന്നെ കേബിള് ഓപ്പൺ ക്ലോസ് ആണ്. നമുക്ക് ഇനി ഇത് അവിടെ ഒരു ചെറിയ നട്ടും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം എന്തായാലും ഇപ്പം നമ്മൾ ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിപാടി എന്ന് പറയാനായിട്ട് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ ചെയ്തേക്കുന്ന ഒരു ഇത് കണ്ടോ, നമുക്ക് സ്പ്രിങ് ഇടണം. പിന്നെ കാണുന്ന അതിന് പറയുക, സ്പ്രിങ് ഇടാനായിട്ട് അവിടെ ചെറിയൊരു ഇത് വെച്ച് കൊടുക്കണം, ഒരു കൊളുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കണം. പിന്നെ സ്പ്രിങ് അവിടെ ഇട്ട് പിന്നെ അവിടെ നിന്നൊരു ചെറിയ രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കൊരു അതേപോലെ തന്നെ ഒരു ഇത് വെച്ചിട്ട് അതിലോട്ട് കൊളുത്തിയിടാവുന്ന രീതിയിൽ നമുക്കതിൽ സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്താൽ പിന്നെ നമ്മളത് കൃത്യമായിട്ട് നമ്മുടെ സംഭവം അത് സെറ്റ് വർക്കാവും. ഫ്രണ്ട്സ്, അപ്പോൾ സ്പ്രിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. നമ്മളിത് ഇവിടെ ഒരു വാഷർ വെച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത്.
ഇവിടെയും വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടുണ്ട്. എന്താ ഇനിയിപ്പോൾ നേരെ കേബിൾ ഇട്ട് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കകം നിങ്ങൾക്ക് കാണാമോന്നറിയാൻ മേല സെറ്റായിട്ടാണ് നമ്മളിപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇനി നമുക്ക് നേരെ ഇത് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാതെ, ഇനിയും ചോക്ക് കേബിൾ സെറ്റ് ചെയ്യാനായിട്ട് വണ്ടിയിൽ സെറ്റ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടൊരു ചെറിയ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അതിനി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ക് കേബിൾ. അപ്പം ചോക്ക് കേബിളിൽ ചെറിയ പരിപാടി നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ചോക്ക് കേബിൾ നമ്മുടെ അതിലോട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു അളവിൽ നമുക്ക് ഇത് കട്ട് ചെയ്തങ്ങ് കളയണം. ഈ ഫ്രെയിം അങ്ങ് കളയണം, ഈ പുറത്തത്തെ ഇതങ്ങ് കളയണം. എന്നാലേ നമുക്ക് ചോക്ക് കേബിൾ കയറ്റി വേണം. നമുക്ക് ഈ കേബിളിന് ഇച്ചിരി നീളം വേണം, എന്നാലേ നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അതിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചോക്ക് കേബിൾ എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് സെറ്റാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് സംഭവം വാൽവിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേലൊന്നും ഇനിയും ചെയ്യാനായിട്ടില്ല. നമുക്ക് ഇതൊന്ന് പിടിപ്പിക്കാനായിട്ടൊരു ഫൗണ്ടേഷൻ ഫ്രെയിം ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി, നമ്മുടെ വണ്ടിയിലോട്ടൊന്ന് ഇത് ഈ കേബിളൊന്ന് സെറ്റ് ചെയ്യാനായിട്ട്. ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം നല്ല അടിപൊളിയായിട്ടൊന്ന് എനിക്ക് വലിക്കാനായിട്ടുള്ളൊരു പണിയേ ഉള്ളൂ. കണ്ട സെറ്റാണ്, നല്ല രീതിയിൽ വർക്കുണ്ട്. ഞാൻ ഇപ്പം ചെയ്തേക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല രീതിയിൽ ചെയ്തേക്കുന്ന ഈ ഒരു സാധനം. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇടാൻ. ഇത് എക്സ്ട്രാ ആയിട്ട് സെറ്റ് ചെയ്തതേ ഉള്ളൂ. ഇത് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങോട്ട് സ്പ്രിങ് ഇടാനായിട്ടുള്ള 2 ക്ലാമ്പ് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്കടുത്ത നമ്മുടെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അത് നമുക്കിത് നമ്മുടെ ആ ഒരു കാണിച്ചാലേ അത് കാണുന്ന ഒരു പോർഷൻ കണ്ടോ, ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്കത് വെൽഡ് ചെയ്ത് സെറ്റാക്കേണ്ടത്. അപ്പം നമുക്കത് അവിടെ വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കേബിൾ നമുക്ക് ആ മറ്റേ കേബിൾ അവിടെ കയറ്റി സെറ്റാക്കാൻ പറ്റും. ഏകദേശം ഒന്ന് താന്നിക്കും. നമുക്ക് ഒരുപാട് പൊങ്ങി നിൽക്കാനും പറ്റത്തില്ല. പൊങ്ങി നിന്നാൽ നമ്മുടെ ഹാൻഡിൽ തിരിയുമ്പോഴത്തേക്ക് ആ കേബിളുണ്ടല്ലോ, കേബിൾ മേലോട്ട് പൊങ്ങി നിൽക്കുമ്പോഴത്തേക്ക് അതേ കയറി തട്ടും. അപ്പോൾ അത് തട്ടാത്ത രീതി വേണം നമുക്ക് വെക്കാനായിട്ട്. എന്തായാലും നമുക്കിതെന്തായാലും വെൽഡ് ചെയ്തിട്ട് സെറ്റാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആ കേബിൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇതിപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് വെൽഡ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സൈലൻസർ സെറ്റ് ചെയ്യുക, പിന്നെ ബാക്കി പരിപാടിയെല്ലാം എടുക്കുകയെന്നാണ്. പിന്നെ ഇത് നമ്മുടെ സെൻറ്റേഴ്സാണ് കേട്ടോ, ഞാൻ കട്ട് ചെയ്തിരുന്നത്. കാരണം നമ്മുടെ ആ സെൻറ്ററിൽ ആ ബോൾട്ട് അത് ഇതുണ്ടല്ലോ, റോഡ് ഇറങ്ങി വരുന്നില്ല. അത് കട്ട് ചെയ്തെടുക്കേണ്ട അവസ്ഥ വന്നത്. ഇപ്പോൾ നമുക്കത് ലൈറ്റിൽ കൊണ്ടുപോയിട്ട് അതിനകത്ത് നിന്ന് ആ ബുഷ് എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി അത് സെറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അതിൽ ജസ്റ്റ് കാണുമ്പോൾ നമുക്കൊരു ചെറിയ മെന വേണമല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിലൊന്ന് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പാക്കി എടുക്കണം, ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കണം. അപ്പോൾ ഇനി അതോട് സെറ്റ് ചെയ്ത് പെയിൻ്റ് അടിച്ചിട്ട് വേണം നമുക്കിനി അത് നമ്മുടെ സൈലൻസർ നേരെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കേബിളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം എന്തായാലും നമുക്കിനി അത് നിങ്ങളൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. എന്തായാലും നമുക്കിനി പെയിൻ്റ് അടിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കേബിൾ സെറ്റായിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തൊക്കെ ഞാനിത് സെറ്റാക്കി. പിന്നെ ഇത് ഗ്രീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാരണം നമ്മൾ ലാസ്റ്റ് ചെയ്യണമല്ലേ. പിന്നെ നമ്മൾ ഗ്രീസൊന്നും ഇട്ടില്ലെങ്കിൽ പിന്നെ വെള്ളമൊക്കെ കയറി മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തുമ്പത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഗ്രീസ് ഇതിനകത്ത് മൊത്തം ഈ കേബിൾ നമ്മൾ ഊരിട്ട് ഇതിനകത്ത് ഗ്രീസ് ഓയിലും കൂടി മിക്സാക്കി കയറ്റിട്ടുണ്ട്. കാരണം നമുക്കിനി ഇത് തുരുമ്പടിച്ച് ഇതാക്കാതിരിക്കാനായിട്ട് നമ്മൾ ഈ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഇത്. അപ്പോൾ ഇനി നമുക്ക് കേബിളൊക്കെ ഇട്ട് സെറ്റാക്കാം. ഓക്കെ, അപ്പം ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കത് സെറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കേബിൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്പ്രിങ്ങാണ് ഇടാനായിട്ടുള്ളത്. അതുകൂടെ ഇട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മുടെ കേബിളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ സ്പ്രിങ് ഒന്നും ഇടാം. എനിക്ക് എന്തായാലും ഒരു കൈ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സ്പ്രിങ് ഇട്ടിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ നമ്മൾ സ്പ്രിങ് ഇട്ടിട്ടുണ്ട്. സംഭവം സെറ്റ് ഉണ്ടോ, നല്ല റിട്ടേൺ തിരിച്ച് പോകുന്നുണ്ടോ, നല്ല സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കേബിൾ സെറ്റ് ചെയ്യണം. കേബിള് ഇതിലോട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, സംഭവം കഴിഞ്ഞു. ഓക്കെ, കേബിൾ അത്യാവശ്യം ടൈറ്റ് അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ വലിക്കുമ്പോഴത്തേക്ക് ചെറിയ പ്രശ്നം വരും. മാക്സിമം ടൈറ്റായിട്ട് നിൽക്കണം. 2 വാഷുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നത്. ഓക്കെ, ഞാൻ ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ കേട്ടോ, സംഭവം സെറ്റായിട്ടുണ്ട്. പരിപാടി എല്ലാം നമ്മുടെ മൊത്തം കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സംഭവം എല്ലാം സെറ്റ് കേബിളൊക്കെ ഇട്ട്
സ്പ്രിങ് എല്ലാം ഇട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്നും ഇത് ചെയ്യാനായിട്ടില്ല. നമ്മുടെ സൈലൻസർ അങ്ങോട്ടൊരെണ്ണം എക്സ്ട്രാ വെക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പരിപാടി എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം. വേണ്ട വാതിൽ നേരെ മേലോട്ട് പൊക്കിയാൽ ഓണായി. കണ്ടോ, താന്നിരുന്നോളൂ. സെറ്റ് സംഭവമാണ്. അപ്പം നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇന്ന് സ്റ്റാർട്ടായി കാണിച്ചു തരാം. നോർമൽ ഫ്രണ്ട്സ്. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടിയുടെ വാൽവിൻ്റെ കാര്യം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് വേറെ ഒക്കെ ഇല്ല, നമുക്ക് ഇനിയും വേറെ പരിപാടികളൊക്കെയാണ്. പിന്നെ അതിൻ്റെ വീഡിയോസൊക്കെ ഇനി ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ ഒരു നമ്മൾ ഈ ചെയ്തേക്കുന്ന ഈ സംഭവം സെറ്റായി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അതെങ്കിലും ചെയ്യാൻ പറ്റാതെ വരാതിരികയില്ല, ഉറപ്പാണ്. നിങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ കുറഞ്ഞ വിലയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു പുറത്ത് പോയി ഈ ഒരു സാധനമൊക്കെ മേടിക്കാൻ പോകണമെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും. അപ്പോൾ അറിയാമല്ലോ, വാൽവൊക്കെ മേടിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. അതിൻ്റെ നമുക്ക് ടൂൾസൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം മാക്സിമം നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് അതൊരു ചെയ്യാനായിട്ടുള്ളൊരു ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയതിൽ ഏറ്റവും നല്ല വർക്കിംഗ് എന്ന് പറയാനായിട്ട് ഈ ഒരു വാൽവാണ്. ഞാൻ ആദ്യമേ ഇട്ടതിനൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക്, നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. പക്ഷെ ഇത് നല്ല പക്ക അടിപൊളി വർക്കിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ചെയ്യാൻ പറ്റാത്ത ആരുമില്ലല്ലോ. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് അതിനുള്ള പോലെ ഉറപ്പായിട്ടും കിട്ടും. അപ്പം അടിപൊളി വീഡിയോസ് ഇനിയിപ്പോൾ നമുക്ക് പറയാനായിട്ടുണ്ട്. നമുക്കിനി വണ്ടിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ മെയിനായിട്ട് പുറത്തുനിന്നൊരു സാധനം മേടിക്കാനായിട്ട് ഞാൻ പോകത്തില്ല കേട്ടോ. എല്ലാം നമ്മൾ ഞാൻ തന്നെ ചെയ്ത് സെറ്റാക്കി എടുക്കാനേ തോന്നുന്നു. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനൊരു വാല്യൂ ഉണ്ട്, അറിയാലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫുള്ള് ഹാൻഡ് മെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മെയിനായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഏറ്റവും കൂടുതൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോസൊക്കെ ഇനിയും കൂടുതലൊക്കെ ഇടാൻ പറ്റും. ഓക്കെ, അപ്പം അടുത്ത പുതിയൊരു വീഡിയോസ് വരുന്നിടം വരെ ഓക്കെ, ബൈ.